വഴിനകത്താ? ഓക്കെ. നമ്മളെ വീട്ടില് ഉണ്ടായിരുന്ന പഴയ ഗ്രില്ല്, കുട്ടികളുടെ പഴയ സൈക്കിള് എല്ലാം കൂടെ നമ്മളിവിടെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാർ ആദ്യം അവിടെ വെയിറ്റിൽ പോയിട്ട് നമ്മൾ വെയിറ്റ് നോക്കും. 1620 നമ്മുടെ വെയിറ്റ് നോക്കിയപ്പോൾ. അത്രയും ടോട്ടൽ വെയിറ്റ് ആണ്, ഇൻക്ലൂഡിങ് കാറ്, എൻ്റെ വെയിറ്റ് എല്ലാം കൂടെ. അപ്പോൾ നമ്മളിത് ഇതെല്ലാം കൂടെ തിരിച്ച് വെച്ച് ഇവിടെ കളഞ്ഞ് ഡംപ് ചെയ്ത് വെച്ച് നമ്മൾ വീണ്ടും വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ എത്രയാണ് എക്സസ് വെയിറ്റ് നമ്മൾ ഡംപ് ചെയ്തു അതിൻ്റെ വില അവർ പേ ചെയ്തിട്ട് നമുക്ക് പോവാം. മറ്റേ ആക്രയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാശ് ഇങ്ങോട്ട് തരില്ലേ, അതേപോലെയല്ല. ഇവിടെ നമ്മളെ കാശ് അങ്ങോട്ട് കൊടുത്തു വേണം ഇതെല്ലാം ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ മാത്രം സാധനങ്ങളല്ല, ഇതിന് മുന്നേ താമസിച്ചിരുന്ന ആൾക്കാരുടെയും കൂടെ വേസ്റ്റ് വീട്ടിൽ പല ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം ഡംപ് ചെയ്യുന്നത്. സൈക്കിൾ തന്നെ ഒരു 3-4 സൈക്കിളുണ്ട്. എല്ലാ സൈക്കിളും എടുത്തോ? എല്ലാ സൈക്കിളും ഇനി അവിടെ ക്ലീൻ ആണ്. വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാധനങ്ങളും പറ്റായി. നമുക്ക് സ്റ്റോർ ഏരിയ ഒന്നും ഇല്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കിളായിരുന്നു. കഴിഞ്ഞ സമ്മർ മുഴുവൻ ഇതുമേലായിരുന്നു പണി. പിന്നെ വണ്ടിയുടെ ബോഡിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ റിപ്പയർ എന്തായാലും അവൻ കുറച്ചുകൂടെ ഉയരം വെച്ചു. ഒരു ലോഡ് സാധനം ഉണ്ടായിരുന്നല്ലേ. വിചാരിച്ചാണ്. പക്ഷേ ഇതിനിപ്പം നന്നാക്കി എടുക്കാൻ ഈ വെളിയിൽ വിന്നർ ഇരുന്ന് ആകെ തുരുമ്പായി. മെറ്റലൊക്കെ ആയതുകൊണ്ടാണ് അത്. അല്ലെങ്കിൽ മറ്റേ നമ്മുടെ നോർമൽ ബ്ലാക്ക് ബിന്നിൽ നമ്മളെ ഗ്രീൻ ബിന്നിൽ പോകുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത്രയും കാശാവില്ല. മെറ്റലായതുകൊണ്ടാണ് ഇത്രയും കാശായതെന്ന് പുള്ളി പറഞ്ഞത്. എനിവേ ഇറ്റ്സ് ഫൈൻ.